എന്താണ് കാര്യമായ ചർച്ചയിലാണല്ലോ. ഒരാളെ ഡേറ്റിംഗ് ഉണ്ടോന്ന് ഡിസ്കഷനാ. ഡേറ്റിങ്ങോ? ആർക്ക് ഡേറ്റിംഗ്? നീ ഇങ്ങോട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം വരാം. ഞാൻ നിൻ്റെ അടുത്ത് ഇത് പറയാനൊരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. നീ പിന്നെ ലേലയെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനതപ്പം തന്നെ വിട്ടു. അവൾ എന്നെ അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയില്ലേ. ഞാൻ പിന്നെ ഒന്ന് ട്രൈ ചെയ്തതാ. എന്താ കാര്യം? എനിക്ക് ലേലയെ ഇഷ്ടമായിരുന്നു. അതപ്പോ നീ എന്നോട് പറയുന്നതിന് മുമ്പേ എനിക്കിഷ്ടമായിരുന്നു. നിങ്ങളപ്പോൾ ഭയങ്കര അടിയായിരുന്നു, ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എടാ മണ്ട, അപ്പം നിനക്ക് എന്നോട് പറഞ്ഞുവിടും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ട്രൈ ചെയ്യൂ. അത് പിന്നെ നീ ഇഷ്ടമെന്ന് പറയുമ്പോൾ അപ്പം നീ എനിക്ക് വേണ്ടി അങ്ങ് ത്യാഗം ചെയ്തതാ. ഞാൻ അത് പറഞ്ഞപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട്. ആക്ച്വലി സ്പീക്കിംഗ്, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു. നീ മറന്നുപോയതാ. നിനക്ക് ആ കുരിപ്പിനെ സ്നേഹിക്കാൻ കിട്ടിയല്ലോ. എടാ നാറി. ബട്ട് ഇറ്റ്സ് ഓക്കെ. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലടാ. അപ്പം ഞാൻ നിനക്ക് വേണ്ടി അവളെ, പിന്നെ എനിക്ക് വേണ്ടി, നിന്റെ മനസ്സിൽ ഇപ്പം അപ്പു അല്ലടാ. നീ വാ, നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. വാ. ഓക്കെ. അല്ല, അപ്പം ഇവന് ഡേറ്റിന് പോകണം ലേലയുടെ കൂടെ. എന്നിട്ട് ഇവൻ ഇത് നമ്മളോടാണോ ചോദിക്കുന്നത്? നീ അത് അവളോട് ചോദിക്കടാ. അവളോട് ചോദിച്ച് അവള് വരണ്ടേ? അവൾക്ക് എന്നെ ഇഷ്ടമാണ്. അവൾ എൻ്റെ അടുത്ത് യെസ് പറഞ്ഞേ. നീ ലേലയുടെ കാര്യം തന്നെയാണോ പറയുന്നത്? പിന്നെ അവളും പ്രേമവും തമ്മിൽ എന്താ ബന്ധം? അല്ലൊരു മിനിറ്റ്, അവള് നിന്റെ അടുത്ത് യെസ്. ഇതിനൊക്കെ വല്ല തെളിവുണ്ടോ? ലൈക്ക് നിങ്ങൾ ആരെങ്കിലും വിറ്റ്നസ് ആയിട്ടെങ്കിലും ഉണ്ടോ? ഇവനീ പറയുന്നൊക്കെ ശരിയാണോ? ഓൾക്കോൻ ഇഷ്ടാണ്. ലേലയുടെ കാര്യം തന്നെയല്ലോ പറയുന്നത്. നിങ്ങൾക്ക് വേറെ ഫ്രണ്ട് ഉണ്ടോ ലേല എന്ന് പേരുള്ളത്? എടാ സത്യമായിട്ട് ഓക്കവന് ഇഷ്ടാ. ഞങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഞങ്ങൾ അവളുടെ കൂടെ നടക്കുന്നതല്ലേ. ഇനി വല്ല ക്ലോണായിരിക്കോ? ഒന്ന് പോടാ. ലേല തന്നെ, അവൾക്ക് എന്നെ ഇഷ്ടമാണ്. എന്നിട്ട് അവളതങ്ങോട്ട്, എനിക്ക് അവളുടെ കൂടെ ഓഫ് പിടിക്കാൻ പോകണം. എനിക്ക് അവളെ ഇമ്പ്രസ് ചെയ്യണം. അവളെ സോഫ്റ്റ് ആക്കണം. എന്ത് നല്ല നടക്കാത്ത സ്വപ്നം. ലേല നിന്റെ കൂടെ ഡേറ്റിന് വരുന്ന കാര്യം അതെനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്നാലും അവൾ എന്ത് കണ്ടിട്ടാണ് ഇവനെ? അല്ല, നീ ഓക്കെയാണ്, ബട്ട് സ്റ്റിൽ. അപ്പൂന് ചായ വേണോ? എന്താ അപ്പൂന് മാത്രം ഒരു ചായ, പിന്നെ ഞങ്ങൾക്കോ? അവളെയാണ് ഫസ്റ്റ് കണ്ടത്, അതുകൊണ്ട് ചോദിച്ചതാ. നിന്റെ ആദ്യം കാണാൻ കുറച്ച് കൂടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നീ വാനില കേക്ക് ആദ്യം കണ്ട ഇവളെയാ. ആമി, നീ പറഞ്ഞാലും നിനക്ക് ആകാശത്തുനിന്ന് സ്റ്റാർസ് വരെ പറിച്ചു കൊണ്ടുതരാൻ നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ഇല്ലേ? അപ്പൂന് ആരല്ലേ? അവൾക്ക് ഞാനല്ലേ? അല്ല, അവൾക്ക് നമ്മളൊക്കെ അല്ലല്ലോ. സിമ്പതി, നിങ്ങൾ ടോപ്പ് ചെയ്യാന്ന് പോവല്ലേ. എന്റെ വിഷയം പറ. ലേലാന് സോഫ്റ്റ് ആക്കാനുള്ള വഴി പറഞ്ഞു. ബെസ്റ്റ് സോഫ്റ്റ് ആക്കാൻ അങ്ങ് ചെല്ലി. നല്ല സ്നേഹം വന്നു കഴിഞ്ഞാൽ എല്ലാവരും സോഫ്റ്റ് ആവും. അവൾക്ക് നിന്നോട് നല്ല സ്നേഹം, എന്നിട്ട് അവള് സോഫ്റ്റ് ആയോ? അവൾക്ക് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടോ? എനിക്കും അതിപ്പോൾ ഡൗട്ടായി തുടങ്ങി. അവൾക്ക് നിന്നെ ഇഷ്ടമൊക്കെ ആണ്, അത് ഞങ്ങൾക്കറിയാം. ബട്ട് അത് ലേലയാണ്. അവളൊന്ന് സോഫ്റ്റായി വരാൻ കുറച്ച് പണിയാണ്. എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല. എന്നാലും ഞാൻ പറയുന്നത്, അവളെ ഇമ്പ്രസ് ചെയ്യണമെങ്കിൽ നീ അവളെ ഞെട്ടിക്കണം. എന്തെങ്കിലും ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട്. ഞാൻ പറയുന്നത്, നീ നമ്മുടെ കോളേജ് ബാൻഡ് ഹയർ ചെയ്യുക. ഒരു ബാൻഡ് മേളം ബുക്ക് ചെയ്യുക ഒരു 6 മണിക്ക്. എന്നിട്ട് അവളുടെ വിൻഡോയുടെ താഴെ ചെന്ന് നിന്നിട്ട് അങ്ങോട്ട് തുടങ്ങുക. ഇവള് ഞെട്ടണം. എന്നിട്ട് നാട്ടുകാർ മൊത്തം ഓടിക്കൂടി ഇവിടെ ഇംപ്രസ് ആവും. കാരണം നീ അത്രയും അവളെ സ്നേഹിക്കുന്ന. എൻ്റെ പൊന്ന അർജുന, ഇവൻ പറയുന്നൊന്നും കേൾക്കല്ലേ. എത്ര നല്ല ഐഡിയ. ബാൻഡ് മേളം. മ്യൂസിക് ഇഷ്ടമല്ലാത്ത ആരല്ലേ? മ്യൂസിക് ഇഷ്ടമാണ് എന്ന് വെച്ചിട്ട് അവളുടെ അണ്ണത്തിൽ പോയി കൊട്ടിക്കൊടുത്താൽ അവൾക്ക് ഇഷ്ടപ്പെടില്ല. അവൾക്ക് ഈ അറ്റൻഷൻ, കുറേ ആൾക്കാർ, സൗണ്ട്, ഇതൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ബാൻഡ് വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു പ്ലെയിന് ഹയർ ചെയ്തിട്ട് ആകാശത്ത് പ്ലെയിനിന്റെ ബാക്കിൽ ഇങ്ങനെ പിന്നെ സേ യെസ് ലേല എന്ന് പറഞ്ഞിട്ട് ഒരു മറ്റു സാധനം കെട്ടിയിട്ട് ഇങ്ങനെ നീ ഒന്നും മിണ്ടാണ്ടിരിക്കാശിക്കേ. നിനക്ക് എന്താ വേണ്ട? ഇവർ രണ്ടാളും ലൈഫിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കാണാണ്ടിരിക്കാണ്ടേ. അവളിങ്ങനെ അവള് മേലോട്ടല്ലെത്തും. ഇത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല ആശിക്കേ. നിങ്ങൾ ഗേൾസിന് ഇതൊന്നും ഇഷ്ടമല്ല? അർജുൻ, അവളുടെ ടൈം 3 o'clock ആണ് ലൈബ്രറിയിൽ. അവൾ അവിടെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ വരും. ഓക്കെ, അപ്പം നീ അവളുടെ ഫേവറേറ്റ് ആണ് പരിപ്പുവടയും ഒരു ചായയും.
അവിടെ കൊണ്ട് വെക്കണം, അവളിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവെക്കണം. ചായ മടി ഇവനെന്താ ക്യാൻറ്റീനിലാണ്? ഗേൾസിന് കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം. ചെറിയ എഫേർട്സ് ആണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക, അതാണ് ഗേൾസിന് കൂടുതൽ ഇഷ്ടം. എന്നിട്ട് അവള് വിചാരിക്കും പിന്നെ ക്യാൻറ്റീനിൽ പണിയിട്ടിന്ന്. അവൾക്ക് സ്മോൾ തിങ്സ് ബട്ട് കൺസിസ്റ്റൻറ്റ്, അതൊക്കെയാണ് അവളുടെ ഇഷ്ടം. ഞാൻ പറയുന്ന എൻ്റെ പ്ലെയിൻ ഐഡിയ അത് തന്നെയാണ് ബെറ്റർ. ഓക്കെ, എവറി ഡേ നിങ്ങളൊക്കെ കൂടി ഇവനെ സോഫ്റ്റ് ആക്കും. ഇവൻ റഫായിരിക്കണം. നീ നീ ആണല്ലടാ, നീ പുരുഷനല്ലേ. അർജുൻ ഇവൻ പറയുന്ന കേൾക്കല്ലേ? ഞാൻ പറയാനുള്ള അറിഞ്ഞു, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ബാൻഡ് മേളായിരുന്നു ബെസ്റ്റ്. അതാകുമ്പോ ഇന്ന് ചോദിച്ച് നാളെ ചിലപ്പം ലേല കോഫി കൊണ്ട് ഇങ്ങോട്ട് വന്നേനെ ഇവന്റെ കൂടെ. ആരോടും അറിയാം. ആഷിക്ക് പറഞ്ഞത് ശരിയാ, ചായ ഒന്നും പോരാ, ബാൻഡ് തന്നെ ബുക്ക് ചെയ്യാം. ആഷിക്കേ, നീ പറഞ്ഞത് ശരിയാടാ, ചായ ഒന്നും പോരാ, ഞാൻ ബാൻഡ് ബുക്ക് ചെയ്തു. സൂപ്പർ. ബട്ട് അവളുടെ വീട്ടിലല്ല, കോളേജിലിപ്പം. ഇവിടെ വെച്ചാ? What the hell is this? ഞാൻ ഇവിടുന്ന് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഇവരോട് നിർത്തി പോകാൻ പറഞ്ഞു. Okay, stop. What the hell was that? ആഷിക്ക്, I was just asking you out, like, coffee date proposal. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ആളെ മുമ്പിൽ. അർജുൻ, നിനക്ക് കുറച്ചെങ്കിലും എന്നെ പറ്റി അറിയോ? ഐ ഡോണ്ട് ലൈക്ക് ദിസ്. ഞാൻ എൻ്റെ ക്വയറ്റ് വേൾഡിൽ ജീവിക്കുന്ന ഒരാളാണ്. What do you want me to do? നിനക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടതെന്നും കൂടെ പറ. നിന്നോട് എനിക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് ഇത്ര ആളുടെ മുമ്പിൽ. ലേല, നീ ഇപ്പൊ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നീ എന്റെ ലൈഫിൽ പിന്നെ കാണൂല. സോ ഇഫ് യു വാണ്ട് ടു ബി വിത്ത് മീ, സിറ്റ് ഡൗൺ. എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ ഇരിക്കാം, അല്ലെങ്കിൽ നിനക്ക് പോവാം. എന്താ നിന്റെ പ്രോബ്ലം? ഞാൻ നിർബന്ധിച്ചിട്ട് നീ എവിടെയും വരണ്ട. നിനക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നീ ഡേറ്റിനോ ഒന്നിനും നീ വരണ്ട. വൈ ആർ യു ഡൂയിങ് ദിസ്? എന്നെ നീ ഇഗ്നോർ ചെയ്യുന്ന? നിന്റെ കാലിൻ്റെ അടുത്ത് ഞാൻ വന്ന് കിടക്കും. ബട്ട് അതിന് പോലും നീ എനിക്കൊരു ചാൻസ് തരുന്നില്ല. ഞാൻ നിന്റെ അടുത്ത് വരണോ വേണ്ടേ? വേണം. അപ്പൊ ഞാൻ നിന്റെ അടുത്ത് വരണം, സംസാരിക്കണം, എന്നെ ഇഷ്ടമാണ്. ബട്ട് അതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പറ്റൂല. അർജുൻ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നീ പറഞ്ഞ് മനസ്സിലാക്കിത്താ. അതിനാണല്ലോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിന്റെ പ്രോബ്ലംസ് നീ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. എന്താ നിന്റെ പ്രോബ്ലം? ഇതൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളൊന്നുമല്ല. ഞാനിപ്പോൾ എനിക്ക് നിൽക്കാറില്ല. ഐ ഡോണ്ട് ഡു ഡേറ്റ്സ് ആൻഡ് ഓൾ ദിസ് റിലേഷൻഷിപ്പ് ക്രാപ്പ്. സോ അതൊക്കെ എനിക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു? എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്യും. എനിക്ക് വീട്ടിൽ പോകണം. നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? യു ആർ വെരി ബ്യൂട്ടിഫുൾ.